നമസ്കാരം. മെയ് 22 എന്ന ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം സൂര്യന്റെയും ശുക്രന്റെയും സംയോഗം മൂലം ശുക്രാദിത്യ യോഗം രൂപാന്തരപ്പെടുന്നതായ ദിവസമാകുന്നു. കൂടാതെ ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ സംക്രമിക്കാൻ പോകുന്നു. കൂടാതെ ഇന്നേ ദിവസം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി കൂടിയാണ്. ഈ ദിവസം ശുക്രാദിത്യ യോഗത്തോടൊപ്പം തന്നെ രവിയോഗവും വിശാഖ നക്ഷത്രവും ചേർന്നുള്ള ശുഭകരമായ സംയോജനവും നടക്കുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം നരസിംഹ ജയന്തിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. സ്വാമിയുടെ അനുഗ്രഹത്താൽ കൂടി ഇവരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ പ്രധാനമായും വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. സ്വാമിയുടെ കടാക്ഷത്താൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സമയം വന്നു ചേരും. ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും ഈ സമയം കൂടുതൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അവരെ ആകർഷിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ധനപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങളോ, ബന്ധുക്കൾ വീട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സന്ദർശിക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹപ്രകാരം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ദിവസവും മറ്റ് ദിവസങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നരസിംഹസ്വാമിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും പ്രത്യേകിച്ചും നരസിംഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് ഗുണകരമായി മാറുന്ന ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ സ്വത്തും സ്വാധീനവും അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. പൂർവികമായ സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുകയോ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. എല്ലാ ജോലികളും കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഗണപതി ഭഗവാന്റെ കടാക്ഷത്താൽ കൃപയാൽ സാമ്പത്തികപരമായ അഭിവൃദ്ധി, നേട്ടങ്ങൾ, മംഗളകരമായ അവസരങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഗണപതി സ്വാമിയുടെ കടാക്ഷവുമുണ്ട്. അതിനാൽ തന്നെ നരസിംഹസ്വാമിയുടെ കടാക്ഷത്താൽ കൂടി ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം സമ്പത്ത് നേടിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രക്കാരാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഡംബരം അല്പം ലഭിക്കാവുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം. അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അതിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അഭിമുഖത്തിന് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ
ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും ഇന്ന് അല്പം പരിഹാരം കണ്ടെത്തുവാനോ ലാഭം നേടിയെടുക്കുവാനോ സാധിക്കാം. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ദിവസമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പുതിയ വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതല്ല എങ്കിൽ മറ്റ് കാര്യങ്ങളാണ് എങ്കിലും വാങ്ങുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മംഗളകരമായ കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഇണയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്നേഹം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഈ സമയം ഊർജവും ഉത്സാഹവും വർദ്ധിക്കുകയും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ മനസന്തോഷവും വർദ്ധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ നൽകും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. ഇത് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കുന്നതായ സമയമാകുന്നു. ഗുണം വർദ്ധിക്കുന്നതായ സമയം. ലക്ഷ്യങ്ങൾ നേടുവാനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഉത്സാഹത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ജോലിയിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ പ്ലാനുകൾ, പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതും ധനപരമായും മാനസികപരമായ സന്തോഷത്തിനും അത് കാരണമായി തീരും. സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധം നിങ്ങൾക്ക് മികച്ചതായി തന്നെ തുടരുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ നരസിംഹസ്വാമിയുടെയും ഗണപതി സ്വാമിയുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉള്ള സമയമാകുന്നു. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് നരസിംഹ ജയന്തി മുതൽ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് ഉത്സാഹം അനുഭവപ്പെടുന്ന സമയമാകുന്നു. ഊർജത്തോടെ പ്രവർത്തിക്കുവാനും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ അത് പല വഴികളിലൂടെയും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉന്നത സ്ഥാനം ലഭിക്കാനോ ജോലി മാറുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരികയും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അതിനാൽ തന്നെ മാനസികപരമായ പ്രയാസങ്ങൾ അകന്ന് ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാണ് എന്ന് പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ സൗകര്യങ്ങളിൽ വർധനവ് വന്നു ചേരും. വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെ പറയാം. ആഗ്രഹ സാഫല്യം ഒരു പരിധിവരെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ പ്രണയികൾക്കും അനുകൂലമാണ് സമയം. ഈ സമയം ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകളുണ്ട്.
കൂടാതെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പല വഴികളിലൂടെയും കടന്നു വരാം. ഈ സമയം മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ പ്രധാനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പോലും സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബുദ്ധിപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. കൂടാതെ പുരോഗതി കൈവരിക്കുവാൻ ഈ സമയം സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക. ഇടപാടുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുവാനോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈ സമയം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ വ്യക്തികളുടെ പിന്തുണ ലഭിക്കാം. ഇവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി പറയാം. ഈ സമയം നരസിംഹസ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രക്കാരാകുന്നു. വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലമാണ് വന്നു ചേരുക. ഈ സമയം അമ്മയുമായി ബന്ധപ്പെട്ടോ അച്ഛനുമായി ബന്ധപ്പെട്ടോ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ കാര്യങ്ങൾ പിന്തുണ ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. വളരെ കാലമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടക്കും എന്ന കാര്യം ഓർക്കുക. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ സമയം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് മികച്ചതായ അവസരങ്ങൾ തൊഴിൽപരമായും ബിസിനസ് പരമായും വന്നു ചേരാം. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിജയം കാണും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും ലഭിക്കാം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. പ്രധാനമായും ഈ സമയം വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതായത് ഊർജവും ഉത്സാഹവും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടും തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ടു പോയാൽ അനുകൂലമായ ഫലങ്ങൾ, വിജയങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയ ജീവിതവും അനുകൂലമായി തീരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ കരിയറുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അവസരങ്ങൾ തന്നെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ
അത് നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ, ഉയർച്ച നൽകും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അവസരങ്ങൾ വന്നു ചേരും. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ്, വിദേശത്ത് ജോലി നോക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പരിശ്രമിച്ചാൽ ജോലി ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഈ നിമിഷം ഓർത്തിരിക്കുക. തീർച്ചയായും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും മാനസികപരമായ സന്തോഷങ്ങൾ വന്നു ചേരുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന് തന്നെ പറയാം. അഭിവൃദ്ധി വന്നു ചേരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ പണം ഭാവിയിലേക്ക് സ്വരുക്കൂട്ടി വയ്ക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഉദ്യോഗ ജീവിതത്തിൽ, അതായത് ഔദ്യോഗികമായ ജീവിതത്തിൽ പോലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. ലാഭം അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്ന മൂലം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൊതുവെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ലോൺ, ചിട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കും, അഥവാ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് സമയം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വന്ന് ചേരുന്നതുമാണ്. പ്രമോഷൻ, സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, സഹോദരങ്ങൾ കൂടാതെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. വളരെ പ്രശസ്തരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ബന്ധം സ്ഥാപിക്കുവാനോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അതിൽ ബിസിനസ്, ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കാം. ലോൺ, ചിട്ടി കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഭാഗ്യം കൂടി അനുകൂലമാകുന്നതിനാൽ ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായാണ് ധനം കൈകളിലേക്ക് വന്നു ചേരുക. വിചാരിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തികപരമായി വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. പല കരാറുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് സ്ഥാനോന്നതിയുമായി ബന്ധപ്പെട്ടും അഥവാ ജോലിയിൽ ഉയർച്ചയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ലോൺ, ചിട്ടി അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളോടൊപ്പം വളരെ കാലമായി കൊടുത്തിരിക്കുന്ന കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത, ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾക്ക് ലാഭം വളരെയധികം തേടി എത്തുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു.
ആരുടെ വാക്കുകേട്ടും അഥവാ ആരുടെ പ്രേരണയാലും കണ്ണടച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യമാകുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതും ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതും ഉത്തമമാണ്. ഇരു ദേവതകളെയും ആരാധിച്ച് ഇരു ദേവതാ മന്ത്രങ്ങളും ജപിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും.